പഴമയുടെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയം പാക്കിൽ സംക്രമ വാണിഭത്തിന് തുടക്കമായി. പഴമയുടെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയം പാക്കിൽ സംക്രമ വാണിഭവത്തിന് നല്ല പ്രതികരണം. പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ എതിർവശത്തുള്ള മൈതാനത്ത് നടക്കുന്ന പാക്കിൽ വാണിഭത്തിന് ആദ്യ ദിനങ്ങളിൽ തന്നെ ഒട്ടേറെ പേരാണ് എത്തിയത്. ഞാനിവിടെ ദോഷത്തിൽ നോക്കാൻ മേടിക്കാൻ വന്നതാണ്. എല്ലാം നമുക്ക് മിതമായ രീതിയിൽ വിലക്ക് കിട്ടുന്നുണ്ട്. എല്ലാ സാധനവും നമ്മൾ ഈ ഗ്രാൻഡ് സ്ഥലത്ത് നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. കാർഷിക ഉപകരണങ്ങളും വട്ടിയും കുട്ടയും മുറവുമൊക്കെയായി പാതയോരങ്ങൾക്ക് പഴമയുടെ പ്രൗഢി സമ്മാനിച്ചാണ് വ്യാപാരമേള. തെള്ളിയൂർ വയൽ വാണിഭവത്തിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്ന കച്ചവടക്കാർ പതിവ് പോലെ ഇവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നിപ്പം പഴമയുടെ ഐറ്റങ്ങൾ എന്ന് പറയുന്ന ഒത്തിരി വെറൈറ്റികൾ ഞങ്ങൾ ഈ സീസണിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒത്തിരി ഐറ്റം എന്ന് പറഞ്ഞാൽ പഴയ തടിയുടെ ഐറ്റത്തിൽ പറയുകയാണെങ്കിൽ അടച്ചൂറ്റി, ആവണിപ്പലക, അതുപോലെ വിളക്ക് വെക്കുന്ന പീഠം, അതുപോലെ പണ്ട് കാലത്ത് നമുക്കൊക്കെ ഉണ്ടായിരുന്ന തെങ്ങിലൊക്കെ ഇരുന്ന ചെല്ലിയൊക്കെ നമ്മൾ കുത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു, മരുന്നില്ലായിരുന്നു. അതൊക്കെ അന്ന് കാലത്തുണ്ടായിരുന്ന ആ ഐറ്റങ്ങളൊക്കെ ഇന്നും ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വേണ്ടി എല്ലാം പ്രത്യേകം പണിത് കൊടുക്കുന്നുണ്ട്. വൈക്കം, വെച്ചൂർ, ഉല്ലല എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള പായകളും സ്റ്റാളുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മൺചട്ടികൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന വേളാങ്കണ്ണി ചട്ടികൾ, ചീനച്ചട്ടി, ദോശക്കല്ല് എന്നിവയുടെ സ്റ്റാളുകളുമുണ്ട്. ഞങ്ങൾ ഈ കുലം മൺചട്ടി പാത്രം ഉണ്ടാക്കുന്നവരാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഇവിടെ പാക്കിൽ വാണിഭത്തിൽ ഒരു എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ ഒരു കർക്കിടകം 1 മുതൽ 30-ാം തീയതി വരെയാണ് ഇവിടുത്തെ കച്ചവടം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരും. പിന്നെ കേരളത്തിൽ നിന്ന് കുറേ ഷൊർണൂർ, എറണാകുളം പെടുന്നുള്ള ഐറ്റങ്ങൾ, ചട്ടി ഐറ്റങ്ങളും കരങ്ങളും എല്ലാ ഐറ്റവും വരുന്നുണ്ട്. അടുക്കളയിലേക്ക് വേണ്ട സാധന സാമഗ്രികളുടെ ശേഖരമാണ് മറ്റൊരാകർഷണം. ദേവസ്വത്തിന്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും നേതൃത്വത്തിലാണ് സംക്രമ വാണിഭം. ഞങ്ങളുടെ സ്ഥാപനമാണിത്. കാർഷിക ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഇരുമ്പ് കടയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷം വന്നിരിക്കുന്ന കച്ചവടം കുഴപ്പമില്ല. പരശുരാമന്റെ കാലത്ത് പ്രതിഷ്ഠ നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പാക്കിൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് നൂറ്റാണ്ടുകളായി നടക്കുന്ന പാക്കിൽ സംക്രമ വാണിഭം. കച്ചവടക്കാർ പതിവ് പോലെ ചിങ്ങം പുലരും വരെ ഇവിടെ ഉണ്ടാവും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം.